നമ്മുടെ ചാനലിൽ കഴിഞ്ഞ 4-5 വീഡിയോസ് മൈക്ക് കേടായത് കാരണം വോയിസ് ക്ലാരിറ്റി അത്ര കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഈ ഒരു മൈക്കിന് പട്ടിക്കാട്ടിലേക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബോയ M1 മൈക്ക് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ UAE-യിൽ നിന്നും 52 ദിർഹംസ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തുച്ഛമായ കാശിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ, നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്മാർട്ട് ഫോണിലും ക്യാമറയിലും DSLR ഏതൊരു ക്യാമറയിലും നമുക്ക് ഉപയോഗിക്കാം, PC-യിൽ ഉപയോഗിക്കാം. നമ്മൾ PC-യിലും സ്മാർട്ട് ഫോണിലൊക്കെ ബാറ്ററി ഇടാതെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം, വോയിസ് റെക്കോർഡ് ചെയ്യാം. ക്യാമറയിലാണെങ്കിൽ ബാറ്ററി ഇടണം, ബാറ്ററി ഇതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൈക്കാണ്. നമുക്ക് ഈ ഒരു മൈക്ക് അൺബോക്സിങ് റിവ്യൂ ചെയ്യാം. ഓക്കെ, അവസാനം നമുക്ക് ഈ ഒരു മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു മൈക്കിൻ്റെ ഫോട്ടോ കാണാം. താഴ്ഭാഗത്ത് ഒരു ലേഡി മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ടീച്ച് ചെയ്യുന്ന ഫോട്ടോ കൂടി കാണാം. അപ്പോൾ അതൊന്നും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. നമുക്കിവിടെ ഇടത് സൈഡിൽ ഒരു സ്ക്രാച്ച് കാർഡ് കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാങ്ങിയിട്ടുള്ള ബോയയുടെ മൈക്ക് ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ബോയയുടെ വെബ്സൈറ്റിൽ പോയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതേപോലെ സ്ക്രാച്ച് കാർഡ് ഉണ്ടാകത്തില്ല, ഉണ്ടായാൽ തന്നെ അതിലുള്ള കോഡ് വെബ്സൈറ്റിൽ മാച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ബോയയുടെ വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നതാണ്. ബോക്സിൻ്റെ സൈഡിൽ നമുക്ക് BY-M1 എന്ന് മോഡൽ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ട് കാണാം. മുകളിൽ സൈഡിൽ നമുക്ക് ഫീച്ചേഴ്സൊക്കെ കാണാം, താഴെ നമുക്ക് ഇതിൻ്റെ മൊത്തം സ്പെസിഫിക്കേഷൻസ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പെട്ടി ഒന്ന് പൊട്ടിച്ചാലോ. ആദ്യം നമുക്ക് ഇവിടെ ഒരു യൂസർ മാനുവൽ കാണാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു പൗച്ചാണ് ലഭിക്കുന്നത്. ഈ പൗച്ചിനകത്താണ് നമുക്ക് മൈക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൈക്കൊന്ന് എടുക്കാം. നമുക്ക് 6 മീറ്റർ നീളമുള്ള വയറാണ് മൈക്കിന് ലഭിക്കുന്നത്. എത്ര ദൂരം നിന്നും നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഉഗ്രൻ ക്വാളിറ്റിയുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ബോയയുടെ ഈ മൈക്കിനെ കുറിച്ച്. പിന്നെ നമുക്ക് മൈക്ക് സൂപ്പർ ക്വാളിറ്റി മൈക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന മൈക്ക് വെറും പൊട്ടം മൈക്കായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കൊരു കവർ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അത് നോക്കാം. അതിനകത്ത് നമുക്ക് DSLR-ലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ DSLR-ലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു വിൻസ്ക്രീൻ ഫോം കിട്ടുന്നുണ്ട്, ബാറ്ററി കിട്ടുന്നുണ്ട്. ഈ ബാറ്ററി നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യുക. പിന്നെ വിൻസ്ക്രീൻ ഫോം നമ്മൾ മൈക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ DSLR-ലാണ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ബാറ്ററി ഇടാമെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ഇതേപോലെ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടിട്ട് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കിവിടെ ഒരു ബട്ടൺ കാണാം. ഇവിടെ നമ്മൾ മുകളിലേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ മോഡിൽ ഉപയോഗിക്കാം. ക്യാമറയിലാണെങ്കിൽ മുകളിലേക്ക് ഓൺ ചെയ്യാം. സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മാർട്ട് ഫോൺ മോഡ് നമുക്ക് താഴോട്ടേക്ക് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. സ്മാർട്ട് ഫോണിലാണെങ്കിൽ നമ്മൾ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. മൈക്ക് ടെസ്റ്റിംഗ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് ബോയ M1-ൻ്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോയ M1 മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതും നേരത്തെ റെക്കോർഡ് ചെയ്തതിലും എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.